മക്കളെ നമുക്കിന്ന് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ പറയുന്ന +2 ചെറിയൊരു ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ കുറെ MCQs നമുക്ക് നിന്ന് പരിചയപ്പെടാം. അപ്പൊ നിങ്ങൾ റെഡി ആയിട്ടിരുന്നോളൂ. നമുക്ക് ഓരോ MCQസിലൂടെ പോകുമ്പോഴും അതിന്റെ തിയറീസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് റെഡി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് മക്കൾ നോക്കിക്കോളൂ. ദി സ്പീഷീസ് കൺഫൈൻഡ് ടു എ പെർട്ടിക്കുലർ റീജിയൻ ആൻഡ് നോട്ട് ഫൗണ്ട് എനിവെയർ എൽസ് ഈസ് ടേംഡ് ആസ്. നമ്മൾ ഹോട്ട്സ്പോട്ടിനെ കുറിച്ച് പഠിക്കുന്നത് അല്ലേ. ഹോട്ട്സ്പോട്ടിന്റെ കീ ക്രൈറ്റീരിയ. ഹോട്ട്സ്പോട്ട് എന്ന് പറഞ്ഞാൽ മൊത്തം വേൾഡിൽ 34 ഹോട്ട്സ്പോട്ട് ഉണ്ട്. ഇന്ത്യയിൽ 3 ഹോട്ട്സ്പോട്ട്, വെസ്റ്റേൺ ഘട്ട്, ഈസ്റ്റേൺ ഹിമാലയ, ഇന്തോ ബർമ. ഈ ഹോട്ട്സ്പോട്ടിന്റെ മെയിൻ ഒരു ക്രൈറ്റീരിയ ആണ് എൻഡമിസം. എന്തോന്നാ എൻഡമിസം എന്നാണല്ലോ അറിയാം നിങ്ങൾക്ക്. എൻഡമിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഷീസ് കൺഫൈൻഡ് ടു എ പെർട്ടിക്കുലർ ലൊക്കാലിറ്റി ആൻഡ് നോട്ട് ഫൗണ്ട് എനിവെയർ എൽസ്. മറ്റു സ്ഥലങ്ങളിൽ കാണുന്നില്ല, കാണുന്ന സ്ഥലത്ത് അവരെ നന്നായിട്ട് കാണാൻ പറ്റും. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദി സ്പീഷീസ് confined to a particular region and not found anywhere else is termed as എന്താണ് പറയുന്ന പേര്? അതാണ് endemic species, endemism. Okay, endemism. Ready? That means species ആണ് endemic species. Ready? അപ്പം answer 3 is the right answer. The next questionലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. One of the ex situ conservation method for endangered species. Endangered species എന്നുള്ള ex situ conservation ആണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസിറ്റു എക്സിറ്റു രണ്ട് കൺസർവേഷൻ ഉണ്ടല്ലേ കുഞ്ഞുങ്ങളെ. നമുക്ക് നോക്കാം. നിങ്ങൾ ഇപ്പൊ തന്നെ ആൻസർ പറയുന്നുണ്ടല്ലേ. എക്സിറ്റു കൺസർവേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബയോസ്ഫിയർ റിസർവ്സ്, ക്രയോ പ്രിസർവേഷൻ, നാഷണൽ പാർക്ക്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്ക്, ഇതൊക്കെ ആരാ? ഇൻസിറ്റു കൺസർവേഷൻ ആണ്. എക്സിറ്റു കൺസർവേഷൻ ആരാ? അപ്പോഴ് ക്രയോ പ്രിസർവേഷൻ. 3 is the right answer. ക്രയോ പ്രിസർവേഷൻ. 3 is the right answer. എക്സിറ്റ് ആണ്. അപ്പം വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്ക്, ഇതൊക്കെ ഏതാ? ഇൻസിറ്റു. റെഡി ആണല്ലോ. വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്ക്, ഇവർക്ക് ഇൻസിറ്റു ആണ്. ക്രയോ പ്രിസർവേഷനോ എക്സിറ്റു. എക്സിറ്റു. സോ ഇവിടുത്തെ ആൻസർ ഏതാ? 3 is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് നോക്കിയത്. സ്പീഷീസ് ഡൈവേഴ്സിറ്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. Diversity at the level of species, diversity at the level of genes within species, diversity at the level of ecosystem, both A and B. എന്തോന്ന്? diversity at the level of species ആണ്. എന്തോന്ന്? species diversity. diversity at the level of species ആണ്. എന്തോന്ന്? species diversity. so നമ്മുടെ ആൻസർ ഏതാ? 1 is the right answer. The next question ലേക്ക് നമുക്ക് പോവാം. next question നോക്കാം. the total number of plant and animal species described so far is slightly more than 1.5 million. This is reported by the total number of plants and animal species described so far is slightly more than 1.5 million. This is reported by slightly more than 1.5 million ആണ് total species എന്ന് പറഞ്ഞേക്കുന്നത്. IUCN, International Union for Conservation of Natural Resources. IUCN ഏത് വർഷം പറഞ്ഞേക്കുന്നത്? 2004. IUCN 2004 ഈ കാര്യം പറഞ്ഞേക്കുന്നത്. സോ 1 is the right answer. IUCN 2004. so 1 is the right answer. the next question ലേക്ക് പോ. റെഡി അല്ലേ? ഓക്കേ മക്കളെ, കം ഓൺ. റെഡി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നിങ്ങൾ സ്പീഡ് ആയിട്ട് പറയാം അല്ലേ? ഓക്കേ. which of the following is true for the species diversity? ക്ക് ട്രൂ ആയിട്ടുള്ള ഏതാണ്? which of the following is true for the species diversity? Western Ghats have greater fish diversity than Eastern Ghats. NCERT statement അല്ല. Western Ghats have greater amphibian species diversity than Eastern Ghats. This is the NCERT statement. Species diversity NCERT നമുക്ക് തരുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണ്. അതിന് വരുന്ന ഒരു എക്സാമ്പിൾ ആണ്. വെസ്റ്റേൺ ഘട്ടിൽ ഈസ്റ്റേൺ ഘട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ ആംഫീബിയൻ സ്പീഷീസ് കൂടുതലാണ്. സോ 2 is the right answer. Western Ghats have greater amphibian species diversity than Eastern Ghats. So 2 is the right answer. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കേ അല്ലേ നിങ്ങളെ? ഓക്കേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. which of the following is wrong with respect to Revolvia vomitoria? Revolvia vomitoria ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തെറ്റായിട്ടുള്ള എന്താണ്? which of the following is wrong with respect to Revolvia vomitoria? Revolvia vomitoria is a medicinal plant അല്ലേ? മെഡിസിനൽ പ്ലാന്റ് ആണ്. growing in different Himalayan region. ശരിയാണ്. ഓക്കേ. ഇതെന്താ സംഭവിക്കുന്നത്? species diversity is not in term of potency and concentration of reserpine. ഇവിടെ Revolvia vomitoria is a medicinal plant growing in different Himalayan region. It shows difference in its potency and concentration due to genetic diversity. Okay. Then reserpine is an active chemical produced by this plant. Revolvia vomitoria ഉണ്ടാക്കുന്ന active chemical ആണ് reserpine. ഇതല്ലേ തെറ്റപ്പോഴ്?
നോട്ട് ഇൻ ടേംസ് ഓഫ് പൊട്ടൻസി ആൻഡ് കോൺസെൻട്രേഷൻ. ഇത് റോങ് അല്ലേ? സോ 3 is the right answer. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങള്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Genetic diversity is not, okay, genetic diversity is not none, okay. India has more than 50,000 genetically different strains of rice. ഇന്ത്യയിൽ 50,000 മുകളിൽ ഡിഫറെന്റ് വെറൈറ്റി റൈസ് ഉണ്ട്, ശരിയാണ്. ഇന്ത്യ ഹാസ് 10,000 varieties of mango. India has more than 1,000 varieties of mango. 1,000 ആണ്, 10,000 അല്ല. So it's wrong. Okay, it's wrong. Ready? അപ്പം 2 is the right answer. The next question ലേക്ക് പോവാം. നിങ്ങളെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? The term biodiversity which was used by Edward Wilson was actually used. The term biodiversity എന്ന term which was used by Edward Wilson was actually used to describe genetic diversity, to describe species diversity, to describe ecological diversity, to describe combined diversity at all levels. The answer is the term biodiversity which was used by Edward Wilson was actually used. The term biodiversity which was used by Edward Wilson was actually used to describe combined diversity at all levels. So 4 is the right answer. 4 is the right answer to describe combined diversity at all levels. 4 is the right answer. Next question ലേക്ക് പോവാം. Ready? മക്കൾ നോക്കിയേ, അടുത്ത ചോദിച്ചിരിക്കുന്നത് എക്സിറ്റു കൺസർവേഷനെ കുറിച്ചാണ്. എക്സിറ്റു സ്ട്രാറ്റജീസ് ഇൻക്ലൂഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ, ഓക്കെ, ബൊട്ടാണിക്കൽ ഗാർഡൻ, സൂ, zoological park, seed or pollen bank, gene bank and tissue culture. Ready? ഇവരെല്ലാവരും എക്സിറ്റുവിൽ വരുന്നല്ലേ. So A, B, C and D, A, B, C and D. So 4 is the right answer. Okay. Botanical garden, zoological park, that means zoo, seed or pollen bank, gene bank and tissue culture. ഇതൊക്കെ ഏതാ? എക്സിറ്റു കൺസർവേഷൻ. വൈൽഡ് ലൈഫ് സഫാരി പാർക്കോ? എക്സിറ്റു. വൈൽഡ് ലൈഫ് സാങ്ച്വറിയോ? ഇൻസിറ്റു. ഗുഡ് ഗുഡ് ഗുഡ്, നല്ല മക്കള്. വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണെങ്കിൽ ഗുഡ്, ഇൻസിറ്റു. വൈൽഡ് ലൈഫ് സഫാരി പാർക്ക് ആണെങ്കിൽ എക്സിറ്റു. വൈൽഡ് ലൈഫ് സഫാരി പാർക്ക് എക്സിറ്റു, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻസിറ്റു. വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻസിറ്റു, വൈൽഡ് ലൈഫ് സഫാരി പാർക്ക് എക്സിറ്റു. ഓക്കെ അല്ലേ? ഓക്കെയാണ്, ഓക്കെയാണ്, ഓക്കെയാണ്. അടുത്തലേക്ക് പോകാം. മക്കളെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻസിറ്റു സ്ട്രാറ്റജീസ് ഇൻക്ലൂഡ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന ആരൊക്കെയാണെന്നാ ചോദിച്ചത്. ഒന്നാമത് അവർ പറയാ ബയോസ്ഫിയർ റിസർവ്സ്. ബയോസ്ഫിയർ റിസർവ്സ് നമ്മൾ NCERT പഠിക്കുന്നുണ്ട്. ഇന്ത്യയിലെ 14 ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ടെന്നൊക്കെ. ബയോസ്ഫിയർ റിസർവ്സ്. പിന്നെ ഹോട്ട്സ്പോട്ട്, അതിവിടെ പറഞ്ഞിട്ടില്ല. ഹോട്ട്സ്പോട്ട് ഉണ്ട്. എത്ര ഹോട്ട്സ്പോട്ട് ഉണ്ട്? ഇന്ത്യയിൽ 3 ഹോട്ട്സ്പോട്ട് ഉണ്ട്. നാഷണൽ പാർക്ക്, റൈറ്റ് ആൻസർ. ഇന്ത്യയിൽ 90 നാഷണൽ പാർക്ക് ഉണ്ട്. വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇവിടെ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ശരിയല്ലേ? വൈൽഡ് ലൈഫ് സാങ്ച്വറി 448 വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. സാക്രഡ് ഫോറസ്റ്റ് ഓർ ലേക്ക്, സാക്രഡ് ഗ്രൂസ് ആയിക്കോട്ടെ, സാക്രഡ് ഫോറസ്റ്റ് ആയിക്കോട്ടെ, സാക്രഡ് ലേക്ക് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പരിശുദ്ധമായി കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ അല്ലേ. ഇത് നമ്മൾ കാവുകളായിരുന്ന സാക്രഡ് ഗ്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാക്രഡ് ലേക്ക്, അങ്ങനെ പുണ്യ നദികളുണ്ട്, അങ്ങനെയുള്ള കാടുകളുണ്ട് ഇവിടെയൊക്കെ. ഇതൊക്കെ ആരാ? ഇൻസിറ്റു കൺസർവേഷൻ ആണ്. സോ A, B, C and D, 4 is the right answer. 4 is the right answer. In situ strategies include biosphere reserves, national park, wildlife sanctuary, sacred forest or sacred lake. So here എല്ലാവരും എന്തോന്നാ? in situ വരുന്നതാണ്. So 4 is the right answer. The next question. മക്കളെ ഇവിടെ എന്താ ചോദിച്ചേ? The term the evil quartet is related with. Evil quartet എന്ന് പറയുന്ന ടേം എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? Evil quartet, major cause of forest loss അല്ലല്ലോ, major cause of population explosion അല്ലല്ലോ, major cause of air pollution അല്ലല്ലോ. 4 major cause of biodiversity losses. ബയോഡൈവേഴ്സിറ്റി നാശത്തിന് മെയിൻ ആയിട്ടുള്ള 4 കാരണങ്ങളാണ് evil quartet. Evil quartet എന്ന് പറഞ്ഞാൽ 4 major causes of biodiversity losses. 4 major causes of biodiversity losses. So 4 is the right answer. 4 is the right answer. The term evil quartet is related with 4 major causes of biodiversity losses. 4 major causes of biodiversity losses. So 4 is the right answer. The evil quartet is related with 4 major causes of biodiversity losses. 4 is the right answer. Okay അല്ലേ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. റെഡി? Sacred groves in India are found in. ഇന്ത്യയിൽ sacred groves, കാവുകൾ എവിടെയൊക്കെയാണ് ഉള്ളതെന്ന്? കാസി അഞ്ജേരി ഹിൽസ് ഇൻ മേഘാലയ, ആരവല്ലി ഹിൽസ് ഇൻ രാജസ്ഥാൻ, വാസ്റ്റർ ചാന്ദ സർഗുജ റീജിയൻ ഓഫ് മധ്യപ്രദേശ്. ഓക്കെ, ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ?
ഇവിടെ ജയന്തി ഹിൽസ് ഇൻ കർണാടക തെറ്റാണ്. കാശി ആൻഡ് ജയന്തി ഹിൽസ് ഇൻ മേഘാലയ. കാശി ജയന്തി ചേച്ചി കാശിക്ക് പോവാം മേഘങ്ങൾക്കിടയിലൂടെ. കാശി ആൻഡ് ജയന്തി ഹിൽസ് ഇൻ മേഘാലയ. വെസ്റ്റേൺ ഗഡ് റീജിയൻ ഓഫ് കർണാടക ആൻഡ് മഹാരാഷ്ട്ര. ഇറ്റ്സ് ഓൾസോ റോങ്. ആരവലി ഹിൽസ് ഇൻ രാജസ്ഥാൻ. റോങ്. Basta, Chanda, Sarguja region of Madhya Pradesh. So here 4 is the right answer. 4 is the right answer. Sacred groves in India are found in Basta area of Madhya Pradesh. A Makils. അടുത്ത കുറച്ച് കണക്കൊക്കെ തന്നേക്കാം അല്ലേ? നിങ്ങൾ നോക്കിയേ എന്താ തന്നേക്കുന്നത്? Which of the following rainforest is home to more than 40,000 species of plants? 40,000 മുകളിൽ സ്പീഷീസ് പ്ലാന്റ്സ് ഉണ്ട്. 3,000 species of fishes. 3000 സ്പീഷീസ് ഫിഷസ് ഉണ്ട്. 1300 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. 427 സ്പീഷീസ് ഓഫ് മാമൽസ് ഉണ്ട്. 427 സ്പീഷീസ് ഓഫ് ആംഫീബിയൻസ് ഉണ്ട്. 378 സ്പീഷീസ് ഓഫ് റെപ്റ്റൈൽസ് ഉണ്ട്. മോർ ദാൻ 1,25,000 സ്പീഷീസ് ഓഫ് ഇൻവെർട്ടബ്രേറ്റ്സ് ഉണ്ട്. ഇവരൊക്കെ എവിടെയാണ് കാണാൻ പറ്റുന്നത്? ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ്. നമ്മൾ ലങ്സ് ഓഫ് ദി പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ്. ഈ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് 40,000 മുകളിൽ സ്പീഷീസ് പ്ലാന്റ്സ് ഉണ്ട്. 3000 ഫിഷസ് ഉണ്ട്. 1300 സ്പീഷീസ് ബേർഡ്സ് ഉണ്ട്. 427 മാമൽസ് ഉണ്ട്. 427 ആംഫീബിയൻസ് ഉണ്ട്. 378 റെപ്റ്റൈൽസ് ഉണ്ട്. മോർ ദാൻ 1,25,000 സ്പീഷീസ് ഓഫ് ഇൻവെർട്ടബ്രേറ്റ്സ് ഉണ്ട്. ഇവരൊക്കെ കാണാൻ പറ്റുന്നത് എവിടെയാ? ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ്. എവിടെയാ കാണാൻ പറ്റുന്നത്? ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ്. എവിടെയാ കാണാൻ പറ്റുന്നത്? ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ്. റെഡിയാണ്? അടുത്ത ക്വസ്റ്റ്യൻ. IUCN stands for IUCN intrauterine അല്ല. International Union for Conservation of Nature and Natural Resources. International Union for Conservation of Nature. Ready? So 2 is the right answer. 2 is the right answer. International Union for Conservation of Nature. Okay? Natural Resources. So 2 is the right answer. The next question. Magle select the correct statement about biodiversity. നമ്മളോട് പറഞ്ഞിരിക്കുന്ന correct statement പറയാനാണ്. Select the correct statement about biodiversity. The desert area of Rajasthan and Gujarat have a very high level of desert animals. Large scale planting of BT cotton has no adverse effect on biodiversity. Western Ghats have very high degree of species richness and endemism. Conservation of biodiversity is just a fad pursued by a developed countries. Select the correct statement about biodiversity എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. Western Ghats have very high degree of species richness and endemism. Western Ghats, Eastern Himalaya, Indo-Burma. ഇത് നമ്മുടെ ഹോട്ട്സ്പോട്ട് അല്ലേ? So statement 3 is the right answer. 3 is the right answer. Statement 3 is the right answer. So ഇവിടുത്തെ ഉത്തരം 3 ആണ് ഇവിടുത്തെ ഉത്തരം. Ready? Next question. മക്കളെ, one out of the following is not responsible for biodiversity loss. ബയോഡൈവേഴ്സിറ്റി നാശത്തിന് കാരണമല്ലാത്ത ഏതോ ഒന്നുണ്ട്. അത് ഏതാണ്? Alien species invasion, co-extinction, deforestation. These are the reasons of biodiversity losses. Ex situ conservation. This is the conservation method. In situ and ex situ is the conservation method. Here, alien species invasion, co-extinction, deforestation. These all are responsible for biodiversity loss. Ready? Biodiversity loss. But ex situ conservation not responsible for biodiversity loss. It's conservation method. ഇതാണ് കൺസർവേഷൻ മെത്തേഡ് ആണ്. ഓക്കെ ready okay മക്കൾസ് come on പിള്ളേരെ come on. India is one of the 12 mega biodiversity countries with India 12 mega biodiversity countryയിൽ ഒരാളാണ് with 8.1% of genetic resource in the world. അങ്ങനെയാണോ? India is one of the 12 mega biodiversity countries. India മൊത്തം വേൾഡ് ലാൻഡ് ഏരിയയുടെ 2.4% മാത്രമല്ല ഇന്ത്യ. മൊത്തം വേൾഡ് ബയോഡൈവേഴ്സിറ്റിയുടെ 8.1% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. അതുകൊണ്ട് 12 മെഗാ ബയോഡൈവേഴ്സിറ്റി കൺട്രിയിൽ ഒരാളാണ് നമ്മുടെ ഇന്ത്യ. India is one of the 12 mega biodiversity countries with 8.1% of genetic resource in the world. Okay, so here 4 is the right answer. 4 is the right answer. The next question. Which part of the world has a high density of organism? ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഓർഗാനിസത്തിനെ കാണാൻ പറ്റുന്നത്. Deciduous forest, grassland, tropical rainforest is the right answer. Tropical rainforest is the right answer. So 3 is the right answer. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. In India we find mangoes with different flavors, color, fiber content, sugar content and even shelf life. The large variation
is an account of species diversity, induced mutation, genetic diversity, hybridization. നമ്മൾ ഡിഫറെന്റ് കളറിലും ഫ്ലേവറിലൊക്കെ കാണുന്നത് എന്തിന് എക്സാമ്പിളാ? എക്സാമ്പിൾ ഫോർ ജെനറ്റിക് ഡൈവേഴ്സിറ്റി. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ജെനറ്റിക് ഡൈവേഴ്സിറ്റി. സോ 3 is the right answer. എന്റെ കുഞ്ഞുങ്ങളെ ഏതാണ് ഉത്തരം? നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്റെ കുഞ്ഞുങ്ങളെ. 3 is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മക്കൾസ് പറ, which one of the following pair of geographical areas show maximum biodiversity in our country? Which one of the following pair of geographical areas show maximum biodiversity in our country? Sundarban and Rann of Kutch. Eastern Ghat and West Bengal. Eastern Himalaya and Western Ghat. Kerala and Punjab. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് hotspot Western Ghat, Eastern Himalaya, Indo-Burma. So here Eastern Himalaya and Western Ghat. So 3 is the right answer. 3 is the right answer. 3 is the right answer. Hotspots are priority areas for in situ conservation. ശരിയാണ്. The key criteria for determining a hotspot is location in developed or underdeveloped country, vicinity to the sea, number of endemic species and degree of threat. All of the above. Here 3 is the right answer. Number of endemic species and degree of threat. So 3 is the right answer. Answer ഏതാ മക്കളെ? 3 ആണ് right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Sacred forests are those that sacred forest എന്താണെന്ന് ചോദിച്ചാൽ have rich growth of plant used for worship by the people in the region, are protected by tribal communities. Sacred forest ആണ് ചോദിച്ചിരിക്കുന്നത്. are protected by tribal communities due to religious sanctity according to them. Okay, are protected by tribal communities. This is the right answer. Sacred forest tribal communities protect ചെയ്തിരിക്കുകയാണ്. Okay, ready? 2 is the right answer. Next question. Which of the following is considered a hotspot of biodiversity in India? ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ടുകൾ വെസ്റ്റേൺ ഗട്ട്, ഈസ്റ്റേൺ ഹിമാലയ, ഇന്തോ-ബർമ. Okay, which of the following is considered a hotspot of biodiversity in India? Western Ghat is the right answer. Indo-Gangetic Plain അല്ല, Eastern Ghat അല്ല, Aravalli is Western Ghat. Eastern Himalaya ആണ്. Okay, Eastern Himalaya ആണ്. Which one of the following is not included under in situ conservation? In situ conservation include ചെയ്യാൻ പറ്റാത്തത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണല്ലോ, ബോട്ടാണിക്കൽ ഗാർഡൻ അല്ലല്ലോ, ബയോസ്ഫിയർ ആണല്ലോ, നാഷണൽ പാർക്ക് ആണല്ലോ. സോ നോട്ട് ഇൻക്ലൂഡഡ് ഇറ്റ്സ് ബോട്ടാണിക്കൽ ഗാർഡൻ. ഓക്കെ, ഏതാ? ബോട്ടാണിക്കൽ ഗാർഡൻ, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്ക്, ഇതൊക്കെ എന്തോന്നാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നതാണ്. ഓക്കെ, ഓക്കെ. അടുത്തത് വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വാസ് ഹെൽഡ് ഇൻ. വേൾഡ് സമ്മിറ്റ് ഈസ്റ്റ് നമ്മുടെ എർത്ത് സമ്മിറ്റ് ഉണ്ട്, എർത്ത് സമ്മിറ്റ് ഉണ്ട്, വേൾഡ് സമ്മിറ്റ് ഉണ്ട്. ഇവിടെ എന്താ ചോദിച്ചാൽ വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വാസ് ഹെൽഡ് ഇൻ. എവിടെയാണ് വേൾഡ് സമ്മിറ്റ്? 2002. 2002 എവിടെ വന്നാണ് നടന്നത്? ജോഹാൻസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. റൈറ്റ് ആൻസർ. ജോഹാൻസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. ജോഹാൻസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക 2002. ഓക്കെ, 2002. ഓക്കെ, അപ്പൊ 1992 എർത്ത് സമ്മിറ്റ്. എർത്ത് സമ്മിറ്റ് നടന്നത് റിയോ ഡി ജനീറോ, ബ്രസീൽ. റിയോ ഡി ജനീറോ, ബ്രസീൽ. തെറ്റിക്കരുത്. വേൾഡ് സമ്മിറ്റ് ആണ് ചോദിച്ചത്. എർത്ത് സമ്മിറ്റ് അല്ല. വേൾഡ് സമ്മിറ്റ് 2002 എർത്ത് സമ്മിറ്റ് 1992 എർത്ത് സമ്മിറ്റ് 1992 2002 വേൾഡ് സമ്മിറ്റ് ആണ്. വേൾഡ് സമ്മിറ്റ് നടന്നിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ്. ഓക്കെ, സൗത്ത് ആഫ്രിക്ക, ജോഹാൻസ്ബർഗ്, സൗത്ത് ആഫ്രിക്ക. Which one of the following is not observed in biodiversity hotspot? Biodiversity hotspot ഇല്ലാത്ത എന്താണ്? Endemism. Okay, species confined to a particular locality not found anywhere else. Accelerated species loss അതവിടെ ഉണ്ടാവുന്നുണ്ട്. Lesser interspecific competition. ഓക്കെ, ഇത് തെറ്റാണ്. നല്ല രീതിയിൽ തന്നെ കോമ്പറ്റീഷൻ ഉണ്ട്. സ്പീഷീസ് റിച്ച്നെസ് ഇതും ശരിയാണ്. സോ 3 is the right answer. 3 is the right answer. 3 is the right answer. Ready? The next question. Which one of the following shows maximum genetic diversity in India? ഇതിൽ ഏറ്റവും കൂടുതൽ ജനറ്റിക് ഡൈവേഴ്സിറ്റി ഉള്ളത് ഏതാ? റൈസ് ആണോ, മെയ്സ് ആണോ, മാംഗോ ആണോ, ഗ്രൗണ്ട്നട്ട് ആണോ? ഓക്കെ, മാംഗോ 1000 വെറൈറ്റീസ് അല്ലേ. ഇവിടെ റൈസ് ആണെങ്കിലോ, റൈസ് ആണെങ്കിൽ 50,000 ജനറ്റിക്കലി ഡിഫറെന്റ് വെറൈറ്റി അല്ലേ. Okay, which one of the following shows maximum genetic diversity in India? Rice. 50,000 genetically different strains of rice എന്നല്ലേ പറഞ്ഞത് നമ്മള്. Okay, which one of the following have the highest number of species in nature? Which one of the following have the highest number of species in nature? Insects, bird, angiosperm, fungi. Which one of the following have the highest number of species in nature? ഏറ്റവും കൂടുതൽ ആരാ? Insects. Okay, what is the right answer? Insects is the right answer.
Which one of the following expanded form of the following acronyms is a correct? UNEP, United Nations Environmental Policy. EPA, Environmental Pollution Agency. IUCN, International Union for Conservation of Natural Resources. So 3 is the right answer. ഇതൊന്നും നോക്കാനില്ല. IUCN എന്ന് കണ്ടാൽ IUCN, International Union for Conservation of Natural Resources. ഇതാണ് മൂന്നാമത്തത്. Ready? 3 is the right answer. 3 is the right answer. The next question. The highest number of species in the world is represented by. Highest number of species in the world is represented by. Fungi. Fungi is the right answer. Highest number of species in the world represented by fungi. Which one of the following represent maximum number of species among global diversity? Which of the following represent maximum number of species among global diversity? Algae, lichen, fungi, mosses and fern. Which of the following represent maximum number of species among global diversity? Algae, lichen, fungi, mosses and fern. Fungi is the right answer. Fungi is the right answer. 3 is the right answer. The organization which publishes the red list of species, red list category. Okay, red list category published in IUCN 2004. International Union for Conservation of Natural Resources. IUCN 2004. The organization which publishes the red list of species is IUCN. An example of ex situ conservation. Ex situ ആണ് ചോദിച്ചിരിക്കുന്നത്. National Park in situ, seed bank ex situ, wildlife sanctuary in situ, sacred groves in situ. So seed bank, this is your answer. An example of ex situ conservation is seed bank. Good. ഏതാ മക്കളെ seed bank? Cryopreservation of gametes of threatened species in viable and fertile condition can be referred to as. Cryopreservation of gamete of threatened species in viable and fertile condition can be referred to as. In situ ano cryopreservation. Okay, cryopreservation of gamete of threatened species in viable and fertile condition can be referred to as. In situ conservation of biodiversity, advanced ex situ conservation of biodiversity. Yeah, good. This is the right answer. Advanced ex situ conservation of biodiversity. Okay, ready? 2 is the right answer. Red list contain data or information on all economically important plants whose products are in international trade, threatened species, marine vertebrates only. Threatened species, red list categories. Okay, data or information on threatened species. Okay, ready? How many hotspots of biodiversity in the world have been identified till date by Norman Mayer? It's 34. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു how many hotspot of biodiversity in the world have been identified till date by Norman Mayer. Ready? Hotspot number 34. Alexander von Humboldt described for the first time ecological biodiversity, law of limiting factor, species area relationship. 3 is the right answer. Alexander von Humboldt, species area relationship, x-axis area, y-axis species richness, area, species richness. Rectangular hyperbolic shape ഉള്ള ഗ്രാഫ് ആണ്. ലോഗരിതമിൽ പ്ലോട്ട് ചെയ്തപ്പോൾ log s is equal to log c plus z log a. Log s is equal to log c plus z log a. Normally is equal to ca raised to z. Okay, logarithmically plot ചെയ്തു കഴിഞ്ഞാൽ Alexander von Humboldt described for the first time in species area relationship. The relation between species richness and area for a wide variety of taxa on a logarithmic scale is logarithmic scale ആവുമ്പോൾ straight line ആണ്. Okay, logarithmic scale ആവുമ്പോൾ straight line. Okay, logarithmic scale ആണെങ്കിൽ straight line. Ready? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The greatest biodiversity on the earth is found in. ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലം ആഫ്രിക്കൻ ഗ്രാസ്ലാൻഡ്, ആമസോണിയൻ റെയിൻ ഫോറസ്റ്റ് ഇൻ സൗത്ത് അമേരിക്ക, വെസ്റ്റേൺ ഗട്ട് ഇൻ ഇന്ത്യ, നൈൽ ഡെൽറ്റ ഇൻ ഈജിപ്റ്റ്. Ready? Amazonian rainforest. 2 is the right answer. Amazonian rainforest is the right answer. Magla noga, the Earth Summit was held in Rio de Janeiro. Earth Summit 1992, Rio de Janeiro 1992. Okay, World Summit 2002, Johannesburg, South Africa. The most important cause of loss of biodiversity today is habitat loss. The most important primary and major cause of biodiversity loss, that is habitat loss and fragmentation. Primary and major cause of
loss of biodiversity. Primary and major cause of loss of biodiversity, that is habitat loss and fragmentation. Habitat loss and fragmentation. The next question. According to Robert May, the global species diversity is, Robert May, according to IUCN 2004, slightly more than 1.5 million. This is according to Robert May, about 7 million, about 7 million. Okay, the global species diversity is about 7 million. Global species diversity, നമ്മുടെ റോബർട്ട് മേയുടെ കണക്ക് പ്രകാരം എത്രയാ? 7 million ആണ്. Okay, which of the following organisms are not estimated in terms of diversity? Which of the following organisms are not estimated in terms of diversity? Prokaryotes. Prokaryotes നമുക്ക് ഇവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. Okay, so 1 is the right answer. Okay, ready? മക്കളെ, ഇത്ര കാര്യങ്ങൾ നമുക്ക് ബയോഡൈവേഴ്സിറ്റി നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് നോക്കി, ഇത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കി. മൈക്രോബ്സും ബയോഡൈവേഴ്സിറ്റിയും ഒരുമിച്ച് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ സമയം കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മക്കളെല്ലാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, ബൈ ബൈ. മക്കളെ, നിങ്ങൾക്കുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ എൻറോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിനുവേണ്ടി യൂസ് ചെയ്യേണ്ട കോഡ് DRJP14 പറയുന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അൺഅക്കാദമി ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അൺഅക്കാദമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഫ്രീ ക്ലാസ് തന്നെ നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റും. സ്പെഷ്യൽ ക്ലാസ്സിലൊക്കെ ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതാ 30 മിനിറ്റ് 30 ക്വസ്റ്റ്യൻസ്, 30 മിനിറ്റിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ മൺഡേയിലും എല്ലാ തേഴ്സ്ഡേയിലും, എല്ലാ മൺഡേയിലും എല്ലാ തേഴ്സ്ഡേയിലും ഈ നവംബർ 8 മുതൽ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്ക് നേരത്തെ അറിയാൻ പറ്റും ഏത് ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ 30 മിനിറ്റിൽ 30 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഡെയിലി പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്. ഇത് ടോപ്പിക് വൈസ് DPP ആണ്. ടോപ്പിക് വൈസ് ആയിട്ട് ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ്. ഇതിന്റെ പേര് തന്നെ യുണീക് അൺഅക്കാദമി ഇന്റലിജൻസ് ക്വസ്റ്റ്യൻ ആണ്. കുഞ്ഞുങ്ങൾ നോക്കണം, ഡെയിലി ഡൈജസ്റ്റ് ഫോർ നീറ്റ് 2022 ആൻഡ് 2023 പ്രിപ്പറേഷൻ. നിങ്ങളിപ്പോ +1 പഠിക്കുന്ന കുട്ടി ആയിക്കോട്ടെ, ദാറ്റ് മീൻസ് നിങ്ങൾ 2023 എക്സാം എഴുതാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് എഴുതാം. നിങ്ങളിപ്പോ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്, സോ നിങ്ങൾക്കും ഇത് എഴുതാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എൻറോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിനുവേണ്ടി നിങ്ങൾ യൂസ് ചെയ്യേണ്ട കോഡ് DRJP14 പറയുന്ന കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കയറാൻ പറ്റും. ഓക്കെ മക്കളെ, ഇനി അടുത്തത് ഞാൻ പറഞ്ഞു തരാം. അക്കാദമി വിൽ നൗ ഹെൽപ് യു ഗെറ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. മക്കൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അക്കാദമി നിങ്ങളെ ഹെൽപ്പ് ആക്കും. കുറെ സ്കോളർഷിപ്പ് സ്കീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങളോട് ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിക്കാൻ പറ്റൂ കേട്ടോ. നിങ്ങൾ 2022 അല്ലെങ്കിൽ 2023 എന്ത് ആസ്പിരന്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഹെൽപ്പുകളും നിങ്ങൾക്ക് അക്കാദമിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമുക്ക് നീറ്റ് UG സബ്സ്ക്രിപ്ഷൻ എടുക്കാനാണെങ്കിൽ 2 ടൈപ്പ് സബ്സ്ക്രിപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. പ്ലസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. കുഞ്ഞില്ലേ, ഇവിടെ നമുക്ക് 12 മാസത്തേക്കുള്ള ഒരു സ്കീമാണെങ്കിൽ നമുക്കൊരു 45% വരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് മന്ത്ലി 3208 രൂപ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ടോട്ടൽ എന്ന് പറയുമ്പോൾ 38,500 രൂപ, 40,000-നും ചുവടെയാണ്. നിങ്ങൾ കാണാം, കേരളത്തില് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ വലിയ കാശാണ് കൊടുക്കുന്നത്. 50-60-നും മുകളിലുള്ള കാശാണ് നിങ്ങൾ കൊടുക്കുന്നത്. അതിനേക്കാളും ടൈം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അക്കാദമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ ചെറിയ എമൗണ്ടിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നിങ്ങൾ ഒരു റെഫറൽ കോഡ്, ഇവിടെ വീണ്ടും നിങ്ങൾ റെഫറൽ കോഡ് DRJP14 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് അഡീഷണലി ബെനിഫിറ്റ്സ് വീണ്ടും കിട്ടും. ഇതിനേക്കാളും എമൗണ്ട് കുറയുകയും ചെയ്യും. ഓക്കെ, ഇനി ബാക്കി പറഞ്ഞുതരാവേ, നോക്കിക്കോ. നമുക്ക് പ്ലസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, ഐക്കോണിക് ഉണ്ട്. ഐക്കോണിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ കെയർ സപ്പോർട്ടൊക്കെ ഭയങ്കരമായിട്ട് കിട്ടും. ഞാൻ അതിനേക്കാൾ താഴെ ഇരിക്കുന്ന പ്ലസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം. പ്ലസ് സബ്സ്ക്രിപ്ഷനിൽ വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് എഡ്യൂക്കേറ്റേഴ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. ഇന്ററാക്റ്റീവ് ലൈവ് ക്ലാസ്സുകളാണ്, നിങ്ങൾക്ക് ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. വേറെ ചുമ്മാ റെക്കോർഡൊന്നും നൽകി കഴിഞ്ഞാൽ അവിടെ റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യപ്പെടും. ഇന്ററാക്റ്റീവ് ലൈവ് ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ക്ലാസ്സാണ്. ലൈവ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, ക്വിസുകൾ. നിങ്ങൾക്ക് അറിയാം, പുറത്തു നിന്നുള്ളവർക്ക് തന്നെ അക്കാദമിയിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾക്ക് ഫ്രീ ആയിട്ട് ടെസ്റ്റുകൾ അക്കാദമി കൊടുത്തുകൊണ്ടിരിക്കുക. സോ ഇതിൽ ജോയിൻ ചെയ്ത ഒരു കുട്ടിക്ക് എത്രത്തോളം ടെസ്റ്റുകൾ, എത്രത്തോളം ക്വിസുകൾ അവൈലബിൾ ആയിരിക്കും നിങ്ങൾ ഓർത്ത് നോക്കിയാൽ മതി. നമുക്ക് സ്ട്രക്ചർഡ് കോഴ്സസ് ആൻഡ് PDF എല്ലാത്തിന്റെയും കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളൊരു ക്ലാസ് കഴിഞ്ഞാൽ PDF കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന നോട്ട് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി മക്കൾ നോക്കിയേ, ഇവിടെ നമ്മുടെ സ്വന്തം ബാച്ച്. പല ആളുകളും വിചാരിക്കുന്നുണ്ട് അക്കാദമി ഫുള്ള് ഇംഗ്ലീഷിലും ഹിന്ദിയിലുള്ള ക്ലാസ് അല്ലേ. മക്കൾ അവിടെ മലയാളത്തിലുള്ള എഡ്യൂക്കേറ്റേഴ്സ്, നിങ്ങളുടെ സ്വന്തം എഡ്യൂക്കേറ്റേഴ്സ് പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ട്.
2023 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വൺ ബാച്ചാ. പ്ലസ് വൺ ബാച്ചിന് വേണ്ടിയിട്ട് ക്ലാസ്സുകള് നിങ്ങളുടെ സുഹേൽ ദാവൂദ് സാറിന്റെ കെമിസ്ട്രിയില്, നമ്മുടെ രതീഷ് സാറിന്റെ സ്വന്തം രതീഷ് സാറിന്റെ കെമിസ്ട്രിയില്, നമ്മുടെ ഷമീർ ഗിബ്ര സാറ്, പിന്നെ ഞാനുണ്ട്, അമൽ സാറുണ്ട്, ഇർഫാൻ സാറുണ്ട്, എല്ലാവരും ഉണ്ട് നിങ്ങളുടെ കൂടെ. ഓൾറെഡി സെപ്റ്റംബറിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാച്ച് വലിയതായിട്ട് പോർഷൻസ് ഒന്നും നീങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് ആ പോർഷൻസ് ഒക്കെ തന്നെ നീങ്ങിയതും അവിടെ തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ കെയർ സപ്പോർട്ട് തന്നുകൊണ്ടുള്ള ബാച്ച് ആയിരിക്കും. അപ്പൊ മക്കളെ പ്ലസ് വൺ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പ്ലസ് വണ്ണിൽ ഇനി എവിടെ ട്യൂഷന് പോകണം നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യത്തോടുകൂടെ വന്നോളൂ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഇനി അടുത്ത ബാച്ചും കൂടെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. 2022 ദാറ്റ് മീൻസ് ഇപ്പൊ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവിടെ എവിടെയൊക്കെ പോകുന്നുണ്ട്, ക്ലാസ്സുകളൊന്നും ശരിയാവുന്നില്ല, മനസ്സിലാവുന്നില്ല, നിങ്ങളൊന്നും ടെൻഷൻ ആവണ്ട, വന്നോളൂ. നമ്മുടെ സെയിം ടീം നിങ്ങളുടെ കൂടെ ഉണ്ട്. സെപ്റ്റംബറിൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടെൻഷൻ വേണ്ട, നമ്മൾ വലിയതായിട്ട് പോർഷൻസ് ഒന്നും നീങ്ങിയിട്ടില്ല, നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റും. അടുത്തതാണ് എനിക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് ഇതായിരിക്കും. നമ്മുടെ ഐക്യ ബാച്ച് 2022 ഡ്രോപ്പേഴ്സിന് വേണ്ടിയിട്ട് ദാറ്റ് മീൻസ് നീറ്റിന്റെ റിസൾട്ട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ നാളെ എന്തെന്നുള്ള തീരുമാനം കുറെയൊക്കെ എടുത്തു കഴിഞ്ഞു. സോ നിങ്ങൾ വീണ്ടും ഒരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു മാസത്തില് മിനിമം 120 മണിക്കൂറുകൾ നമ്മുടെ ക്ലാസ്സുകളായിട്ട് ഞങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. എല്ലാ ആഴ്ചയിലും എക്സാംസും സീരീസ് ടെസ്റ്റുകളുമായിട്ട് ഞങ്ങൾ ഉണ്ടാവും കൂടെ. ഏത് ബാച്ചിലും ഏത് സമയത്തും എന്തും നിങ്ങൾക്ക് പോയിട്ട് കാണാനും ഫുൾ ടൈം 24 hours നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന ബാച്ചാണ് ഐക്യ ബാച്ച് ഫോർ 2022 ഡ്രോപ്പേഴ്സ്. ഇത് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പൊ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാച്ചാണ്. നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടെ വരാം, ഞങ്ങള് എല്ലാ എഡ്യൂക്കേറ്റേഴ്സും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ മക്കളെ, ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള നമ്മുടെ ബാച്ചിനെ കുറിച്ച്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ള. അപ്പൊ മക്കളെ ഉറപ്പായിട്ടും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. ബാച്ചിൽ വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ ഈ ഒരു കോഡ് വീണ്ടും അടിച്ചു വെച്ചേക്കുക, DRJP14. നിങ്ങൾക്ക് വീണ്ടും 10% ഡിസ്കൗണ്ട് കിട്ടും. ചില സമയങ്ങളിൽ 20% ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങൾക്ക് ഒരുമിച്ച് ഫീസ് അടയ്ക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് മെല്ലെ മെല്ലെ അടയ്ക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. കഴിഞ്ഞിടയിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടികൾ 25,000 താഴെയുള്ള എമൗണ്ട് അടച്ചിട്ടായിരുന്നു നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തത്. 6 മാസത്തെ സബ്സ്ക്രിപ്ഷൻ അത്രത്തോളം എമൗണ്ടേ വരുന്നുള്ളൂ. നമുക്ക് നീറ്റ് എക്സാമിന് 6 മാസത്തോളം വരുന്നുള്ളൂ. സോ മക്കളെ വൈകിക്കേണ്ട, വേഗം തന്നെ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. കാണാം നമുക്ക്. ഓക്കെ, താങ്ക് യു. വരുന്ന വീഡിയോസിൽ നമ്മൾ വീണ്ടും കാണും. അതുവരേക്ക് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ കാണാം. താങ്ക് യു. ബൈ 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 ബൈ.